ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ലാലേട്ടന്റെ സ്പെഷ്യൽ റെസിപ്പി, ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാനാണ്. അതിന് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഇത് തേങ്ങ ചുട്ടെടുത്തതാണ്. അതുപോലെ തന്നെ ഗരം മസാലയും പെരിഞ്ചീരകവും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിന് ഉപ്പ്. ലാലേട്ടൻ അതിൽ 1/2 കിലോ ബോൺലെസ് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. ഇനി അതിൽ പറയുന്നത് പോലെ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ചതച്ച് കൊണ്ടുവരാം. എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മളെ തേങ്ങ. ഇത് പറയുന്ന പോലെ തന്നെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലുള്ള ചെറിയുള്ളി, കറിവേപ്പില ചതച്ചത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കും. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്. ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വഴറ്റാം. ലാലേട്ടൻ അതിൽ പറയുന്ന പോലെ തന്നെ ഇത്രയും മസാല ഇട്ടിട്ട് ഇളക്കുമ്പോൾ നല്ലൊരു മണമായിട്ടാണ് വരുന്നത്. ഇനി നമുക്കതിലോട്ട് ചതച്ച് വെച്ച തേങ്ങയിടാം. ഞാൻ ചതക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, മിക്സിയിൽ ഒരടി അടിച്ചപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥയായി പോയി. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് വരാം. ഇളക്കിയതിന് ശേഷം ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. മോനെ, ഈ ലാലേട്ടന്റെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓടി വാ. ലാലേട്ടന്റെ റെസിപ്പി നോക്കിയിട്ട് അമ്മ ഉണ്ടാക്കിയതാ. തിന്നു നോക്കിയേ. സൂപ്പറാടാ. ഇഷ്ടായോ? മമ്മി വെക്കുന്ന ചിക്കൻ കറിയാണോ അല്ല ലാലേട്ടന്റെ ചിക്കൻ കറിയാണോ ഇഷ്ടായേ? ആടാ, അത്രയും സൂപ്പറാടാ. ഇഷ്ടായോ? എന്നാ ലാലേട്ടന്റെ ഒരു ഹായ് പറഞ്ഞേ. ബിഗ് ബോസ് ഒക്കെ തീർന്നു പോയിന്ന്. ഇനിയും ബിഗ് ബോസ് വേണോ?